ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. വാത്സല്യ ദൈവമക്കളെ, ഇന്നത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുന്നു. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാം, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള വാക്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി രാത്രിയുടെ യാമാരംഭത്തിൽ ഉണർന്നെഴുന്നേറ്റ് നിലവിളിക്കുന്നവരാണ്. എങ്ങനെയാണ് എന്ന് ലേഖനകർത്താവ് പറയുന്നത്, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. എന്തിനു വേണ്ടി അങ്ങനെ പകരണം എന്ന് ചോദിച്ചാൽ, വീഥിയുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. അപ്പോൾ വീഥിയുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി. ഈ കാലഘട്ടത്തിൽ തലമുറകൾ വഴിതെറ്റിപ്പോകുന്ന കാലഘട്ടത്തിൽ, ദൈവഭയമില്ലാത്ത കാലഘട്ടത്തിൽ, മാതാപിതാക്കളെ അനുസരിക്കാത്ത ഈ കാലഘട്ടത്തിൽ, വാത്സല്യ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഓലോല കണ്ണീരൊഴുക്കുന്നവരായി നാം മാറുക. നിങ്ങളുടെ കുഞ്ഞ് മകനല്ലെങ്കിൽ മകൾ, അവൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ന്യായീകരിക്കുകയാണെങ്കിൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. കാരണം ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഞാൻ യൗവനക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് ആ നിലവാരത്തിലാണ് എന്നോർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആയതിനാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കുഴപ്പക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനേക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ, നിങ്ങൾ രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നവരായി മാറുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവരുടെ നല്ല ജോലിക്ക് വേണ്ടി, അവർക്ക് നല്ല ജീവിത പങ്കാളികളെ ലഭിക്കേണ്ടതിനു വേണ്ടി, അവർക്ക് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ഭാവി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടി രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നവരാകുക. കാരണം ചുറ്റുപാടുകളിൽ അനേകർ വഴിപിഴച്ചു പോയപ്പോൾ, അനേകർ ദൈവഭയമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, വാത്സല്യ ദൈവകുഞ്ഞേ, നമ്മുടെ തലമുറകൾക്ക് ഈ ഒരു പരാജയം ഉണ്ടാകാതിരിക്കാൻ, ഇന്ന് അവരിലുള്ള ദൈവഭക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഇന്ന് അവരിൽ ഒരു ദൈവഭയമുണ്ടെങ്കിൽ, വചന പഠനമുണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, അത് വരും നാളുകളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അത് നിലനിൽക്കാൻ നീ ദൈവസന്നിധിയിൽ ഓരോരോ കണ്ണുനീരൊഴുക്കുക. കാരണം ഇവിടെ പറയുന്നു, വീഥിയുടെ തലക്കുലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമറന്നു. പറഞ്ഞാൽ അനേക കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഉൾപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ദൈവത്തിങ്കലേക്ക് കൈമലർത്തുന്നവരായി മാറണം. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകളിൽ പ്രധാനമായും നമ്മുടെ തലമുറകളെ നമ്മൾ ഓർക്കുക.
അവർക്ക് വേണ്ടി ഉപവസിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന മാതാപിതാക്കളായി മാറുവാൻ സർവശക്തനായ ദൈവം ഈ നാളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. നശിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയുടെ മധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ. ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ അനേകർക്ക് മാതൃകയുള്ളവരായി മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതിനുവേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അതുകൊണ്ട് ലേഖനകർത്താവ് പറയുന്നത് പോലെ രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. എന്തിനു വേണ്ടി പകരണം? വീഥിയുടെ തലയ്ക്കലൊക്കെയും വീണ് കിടക്കുന്ന, വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ആയതിനാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.